രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ സെസ് ഇനത്തിൽ പിരിച്ച 70,744 കോടി പാഴായി. സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ഗുരുതര അലംഭാവം കാട്ടിയെന്നും തൊഴിൽ മന്ത്രാലയം വിവരാവകാശ മറുപടിയിൽ അറിയിച്ചു. അതേസമയം കേരളം പിരിച്ചെടുത്ത ഫണ്ട് മുഴുവനും ചെലവഴിച്ചെന്ന് മന്ത്രാലയം നേരത്തെ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. 2005 കൊണ്ടുവന്ന ദ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് പിരിച്ച തുകയാണ് വിനിയോഗിക്കാതിരുന്നത്. പിരിച്ചെടുത്ത 1,17,507.22 കോടിയിൽ 67,669.92 കോടി മാത്രമാണ് തൊഴിലാളി ക്ഷേമത്തിനായി വിതരണം ചെയ്തത്. നിയമമനുസരിച്ച് 1 മുതൽ 2 വരെ ശതമാനം തുകയാണ് തൊഴിലുടമകൾ ക്ഷേമനിധി ബോർഡുകൾക്ക് സെസ്സായി നൽകേണ്ടത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി 36 ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ 5.74 കോടി തൊഴിലാളികൾക്ക് വിതരണം ചെയ്യേണ്ട തുകയാണ് ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്താതെ പോയത്. തൊഴിലാളി പ്രവർത്തകനായ അർക്കരാജ് പണ്ഡിറ്റ് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയിലാണ് തൊഴിൽ മന്ത്രാലയം വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ 19 വർഷത്തിനിടെ 19,489.25 കോടി രൂപയാണ് സെസ് ഇനത്തിൽ പിരിച്ചെടുത്തത്. പ്രതിവർഷം 1 ലക്ഷം കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്ന സംസ്ഥാനത്ത് കേവലം 13,683.18 ലക്ഷം രൂപ മാത്രമാണ് തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. ചെലവഴിക്കാതെ 9,731.83 കോടി രൂപയാണ് അവശേഷിക്കുന്നത്. സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളാണ് ഫണ്ട് കൃത്യമായി വിനിയോഗിക്കേണ്ടത്. നിയമത്തിലെ സെക്ഷൻ 22 ഗുണഭോക്താവിന് അപകടം സംഭവിച്ചാൽ ഉടനടി സഹായം നൽകുന്നതിന് ഫണ്ട് വിനിയോഗിക്കുന്നതിനും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികൾക്ക് പണം നൽകുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും ഭവന വായ്പകളും അഡ്വാൻസുകളും നൽകുന്നതിനും വ്യവസ്ഥ ചെയ്യുന്നു. ഗുണഭോക്താക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സഹായം, ആശ്രിതർക്ക് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായാൽ ചികിത്സാ ചെലവ് വഹിക്കുക, വനിതാ ഗുണഭോക്താക്കൾക്ക് പ്രസവാനുകൂല്യം, തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകുക എന്നീ കാര്യങ്ങളും നിയമത്തിലുണ്ട്. അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അർക്കരാജ് പണ്ഡിറ്റ് ചൂണ്ടിക്കാട്ടി.